മലയാള സിനിമ 75 വർഷം കൊണ്ട് വളർന്ന് ഇന്നത്തെ നിലയിലെത്തി. ഇതിന് ചെന്നൈന്ന് ഇന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നു, അന്നത്തെ മദ്രാസ് അതിന് ഒരുപാട് പങ്കുണ്ട്. മദ്രാസിലെ സ്റ്റുഡിയോകളിൽ പലതും ഇന്നില്ല. അതായത് ചില സ്റ്റുഡിയോയിൽ പോകുമ്പോഴത്തേക്ക് ചിലത് ഹോസ്പിറ്റൽ, പിന്നെ ഗോഡൗൺ, അങ്ങനെ പല സ്ഥലങ്ങളും കാണാനില്ല, പല സെറ്റുകളും കാണാനില്ല, പല ഫ്ലോർസും ഇല്ല. വിജയവാഹിനി എന്ന് പറയുമ്പം അതിലും അതെ, അവിടെ ചെല്ലുമ്പോൾ 12 ഫ്ലോർ ഉണ്ടായിരുന്നതാണ് ആ വാഹിനി സ്റ്റുഡിയോയിൽ. പക്ഷേ ഇന്ന് ചെല്ലുമ്പം ഒരു ഫ്ലോറും ഇല്ല. എന്തായാലും സ്റ്റുഡിയോയെപ്പറ്റി നമ്മൾ പറയാൻ തുടങ്ങിയല്ലേ, ഇവിടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡിയോകളും ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇതാണ് മദ്രാസിലെ അണ്ണാ മേംപാലം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഫ്ലൈ ഓവർ, ജെമിനി സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത്. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് താഴെ ഇറങ്ങിയാൽ ജെമിനി സ്റ്റുഡിയോ, അതായത് 2 കൊച്ചു കുട്ടികളുടെ പ്രതിമ, ബ്യൂഗിൾ ഊതുന്നത് പോലത്തെ ഒരു പ്രതിമയാണ് അവിടെ ഉള്ളത്. ദാറ്റ് വാസ് വെരി ഫേമസ്. ഇന്ന് ജെമിനി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു തെളിവുമില്ല. ഇന്നിവിടെ എല്ലാം ഫ്ലാറ്റ്സാണ്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അങ്ങനത്തെ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ മനസ്സിന് വലിയ വിഷമമുണ്ട്. എന്തെന്ന് വെച്ചാൽ അന്ന് ഈ ജെമിനി സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഒരുപാടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, എല്ലാ ഭാഷയിലും, ഹിന്ദി, തമിഴ്, അങ്ങനെയൊക്കെ ഒരുപാട് വലിയ വലിയ പടങ്ങൾ എടുത്തിട്ടുള്ളതാണ്. വൈജയന്തിമാല, ജമിനി ഗണേശൻ, ശിവാജി ഗണേശൻ, പദ്മിനി, പ്രാൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആർട്ടിസ്റ്റ് ഇവിടെ വലിയ വലിയ പടങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ഇവിടെ ആയിരുന്നു വിക്രം സ്റ്റുഡിയോ, അതായത് വാഹിനി സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത്. ഇപ്പോൾ ബോർഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് ഹോട്ടൽ, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ വന്നു കഴിഞ്ഞു. ഇതാണ് ശ്യാമള സ്റ്റുഡിയോ, അതായത് പല മലയാള പടങ്ങളും ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് നിറച്ചും പാമ്പുണ്ട്. അതുകൊണ്ട് രാത്രിയൊക്കെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വലിയ പേടിയാണ് എല്ലാവർക്കും. ഇന്ന് ഒന്നുമില്ല, ഇതാ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെയാണ് കർപ്പകം സ്റ്റുഡിയോ. ബോർഡൊന്നും കാണാനില്ലല്ലോ. ഇതാ അവിടെ ഉണ്ട്, ഒരു ചെറിയ ബോർഡുണ്ട്. ഈ പേര് വരാൻ കാരണം KS ഗോപാലകൃഷ്ണൻ, അദ്ദേഹം തമിഴിൽ വളരെ വലിയ റൈറ്ററായിരുന്നു. ഒരുപാട് തമിഴ് പടങ്ങൾ, ചിത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ വലിയ പടങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. കർപ്പകം എന്ന് പറഞ്ഞൊരു പടം എടുത്ത് അത് വളരെ നന്നായിട്ട് ഓടി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്റ്റുഡിയോയ്ക്ക് അദ്ദേഹം കർപ്പകം എന്ന് പറഞ്ഞ് പേരിട്ടത്. സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് AVM സ്റ്റുഡിയോ. ഇവിടെ ഇപ്പോഴും പല ഷൂട്ടിങ്ങുകളും നടക്കുന്നുണ്ട്. അതായത് സീരിയലിൻ്റെയും ഉണ്ട്, സിനിമയുടെയും ഉണ്ട്, എല്ലാ ഭാഷകളിലെ ഷൂട്ടിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും വളരെ സജീവമാണ് ഈ സ്റ്റുഡിയോ. അടുത്തത് ഇതാണ് ഭരണി സ്റ്റുഡിയോ. ഭരണി എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഈ ഉപ്പിലിട്ടൊക്കെ ഇടുന്ന പറയുന്നത് ഭരണിയാണെന്ന്. അങ്ങനെയല്ല. ഇത് P. ഭാനുമതി എന്ന് പറഞ്ഞ ഒരു വലിയ ഫേമസ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ മകൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റുഡിയോ ആണ് ഭരണി സ്റ്റുഡിയോ. നമ്മുടെ കേരളത്തിലുള്ള 2 സ്റ്റുഡിയോയെ പറ്റി നിങ്ങൾക്കറിയണ്ടേ? അതായത് ഒന്ന് മെറിലാൻഡ്, ഇനിയൊന്ന് ഉദയ സ്റ്റുഡിയോ. ചന്ദന പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവ രാജകുമാര, ഗന്ധർവ രാജകുമാര. പഞ്ചമി ചന്ദ്രിക പെറ്റു വളർത്തിയ അപ്സര രാജകുമാരി, അപ്സര രാജകുമാരി.
പാലയ്ക്കാമോതിരം മാറേണം. പാതിരാപ്പൂവിൻ്റെ പനിനീർ പന്തലിൽ പാലയ്ക്കാമോതിരം മാറേണം. തങ്കത്തമ്പൊരു മീട്ടുക മീട്ടുക മന്മഥമാനസ പുഷ്പങ്ങളെ പ്രിയ ദമ്പതിമാരുടെ സ്വപ്നങ്ങളെ. മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങിയത് 1928. കേരളത്തിൻ്റെ ഭാഗമായിരുന്ന അഗസ്തീശ്വരം, അവിടെ നിന്നാണ് JC ഡാനിയൽ എന്ന് പറഞ്ഞ കലാകാരൻ വന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന JC ഡാനിയൽ. ആദ്യത്തെ നിശബ്ദ ചിത്രം വിഗതകുമാരൻ. ക്യാമറ മേടിച്ചു, പടം എടുത്തു, റിലീസ് ചെയ്തു. ഇതെല്ലാം ചെയ്ത ആദ്യത്തെ ഫിലിം മേക്കർ മിസ്റ്റർ JC ഡാനിയൽ. നമസ്കാരമുണ്ട്, ഞാൻ സുകുമാരിയാണ്. അമ്മയെ കണ്ടിട്ടില്ല, അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അച്ഛൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മയെ കണ്ട് 2 വാക്ക് ചോദിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു അമ്മയെ കണ്ടതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡും ഉണ്ട് ഇപ്പം, അല്ലേ? JC ഡാനിയൽ അവാർഡ് കിട്ടിയത്. അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, നമുക്ക് പരിചയമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാൻ? പറയാം, ഞാൻ ജനിക്ക് മുമ്പാണ് സിനിമ എടുത്തത്. അതെ, എടുത്ത് അപ്പോൾ അത് പിന്നീട് അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. റീലുണ്ടല്ലേ, ഫിലിം റോൾ 2 റോൾ അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും അത് വെച്ച്. അപ്പോൾ അതിൽ ചേട്ടനാണ് വിഗതകുമാരനായിട്ട് ചെയ്തത്. ഓ, എൻ്റെ മൂത്ത ചേട്ടൻ. ശരി. അതും വൈസ് പ്രിൻസിപ്പലായിരുന്നു 2 കൊല്ലത്തിന് മുമ്പ്. ഏത് വർഷത്തിലാണ് സിനിമ എടുത്തത്? 75 കൊല്ലത്തിന് മുമ്പ്. ശരി. എനിക്കിപ്പോൾ 74 വയസ്സായി. അതിന് 1 കൊല്ലത്തിന് മുമ്പാണ്. ശരി. അപ്പോൾ അത് വെച്ച് അതാ ചേട്ടൻ പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് കളിക്കും. ഫിലിം റോളിനെ ഇട്ട് കളിക്കും. പിന്നെ അതിന് ശേഷം ഒന്നും എടുത്തില്ല. അതിന് ശേഷം ഒന്നും എടുത്തില്ല. അത് പിന്നീട് ടാക്കി വന്നപ്പോൾ മറ്റേതൊക്കെ നഷ്ടമായി പോയതുകൊണ്ട് അത് പിന്നെ അത് കളഞ്ഞിട്ട് ഡെൻറ്റിസ്ട്രി പഠിച്ച് ഡെൻറ്റിസ്റ്റായി. ഈ പടം കണ്ടിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, നാഗവള്ളി RS കുറുപ്പ്, അതായത് വേണു നാഗവള്ളിയുടെ അച്ഛൻ. ഈ സിനിമയെക്കുറിച്ചുള്ള യാതൊരു അറിവും നമുക്കൊന്നും ഇപ്പോഴില്ല. എന്തെന്ന് വെച്ചാൽ ആ ഫിലിം കത്തിപ്പോയി എന്നാണ് പറയണത്. അപ്പോൾ കുറുപ്പ് സാറ് പറയുന്ന ചില ഓർമ്മകൾ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ എല്ലാം കൂടെ വിറ്റല്ലേ അദ്ദേഹം പോയി ഇതെടുത്ത്. സ്റ്റുഡിയോ തുടങ്ങിയില്ല എന്ന് വെച്ചിട്ടൊന്നും എടുത്ത്. അത് ചില്ലറ കാര്യമാണ്. അക്കാലത്ത് ഒരു മനുഷ്യൻ, സാഹസികനായ ഒരു മനുഷ്യൻ, ഈ നാട് മുഴുവൻ നടന്ന് ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഒരു ക്യാമറയും വാങ്ങി ഒരു സ്റ്റുഡിയോയും തുടങ്ങി. ആ സ്റ്റുഡിയോയിലാണ് ഈ പിന്നെ വിഗതകുമാരൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉണ്ടായ നഷ്ടമുണ്ടല്ലോ. ഇന്ന് നമ്മുടെ എന്താ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസ് കിടക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ പട്ടത്ത്, അവിടെയാണ് ഈ പിന്നെ അദ്ദേഹം ഈ സ്റ്റുഡിയോ തുടങ്ങിയത്. ലാബറട്ടറിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അദ്ദേഹം തന്നെ എല്ലാം ശരിപ്പെടുത്തി എഡിറ്റ് ചെയ്തതൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു. അങ്ങനെ ഒരു സാഹസികമായ ഒരു സംരംഭത്തിലാണ് അദ്ദേഹം അന്ന് മുതിർന്നത്. തീർച്ചയായിട്ടും അതിന് സാമ്പത്തികമായ പരാജയം ഉണ്ടായി.